അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ സ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നിത്യജീവിതത്തിലെ ഏത് കാര്യവും ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് ഒരുപാട് നന്മകളെ നമുക്ക് നേടിത്തരുന്ന പുണ്യകർമ്മമാണ്. വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം കൊണ്ടാണല്ലോ. എന്തിനു വേണ്ടിയാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന് മതപരമായി കൊണ്ടത് ചൊല്ലൽ പുണ്യകരമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. മുസ്തഈനൻ ബില്ലാഹി മുൽത്തമിസൻ അൽ ബറക്ക. ബിസ്മില്ല ഏതൊരു കാര്യത്തിൻ്റെ തുടക്കത്തിൽ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ഒരു ആശയമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിച്ചുകൊണ്ടും അവൻ്റെ ബർക്കത്തിനെ ആഗ്രഹിച്ചുകൊണ്ടുമാണ് ഞാനിത് ആരംഭിക്കുന്നത് എന്നതാണ് ആ ഒരു ബിസ്മില്ല എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്കുണ്ടായിരിക്കേണ്ടുന്ന ആശയം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് ഇപ്രകാരം നമുക്ക് കാണാനാകും. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തറു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് ആരംഭിക്കാത്ത പ്രാധാന്യമുള്ള ഏതൊരു കാര്യവും വാലറ്റതാണ്, അഥവാ ബർക്കത്ത് നഷ്ടപ്പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പാചകം സഹോദരിമാർ ആരംഭിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഏത് സന്ദർഭത്തിലാണെങ്കിലും ശരി, അതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ വലിയ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും ബർക്കത്തും തൗഫീഖും ഒക്കെ ആ പ്രവർത്തനത്തിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിത്യജീവിതത്തിലെ ഒട്ടനവധി പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. റബ്ബേ, അള്ളാഹു ഞാൻ നിന്നിൽ ബരമേൽപ്പിക്കുന്നു, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്നാണ്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാനാണ്. അതേപോലെ തന്നെ ശൗചാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലൊക്കെ നമുക്കത് കാണുവാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നുവല്ലോ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം സലാസ മറാത്തിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യമാണ് ആ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു വസ്തുവും ആരുടെ നാമം കാരണത്താൽ ഉപദ്രവിക്കുകയില്ലയോ ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും 3 തവണ പ്രാർത്ഥിച്ചിരുന്നതാണ്. വാഹനത്തിൽ കയറുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാ വൽഹംദുലില്ലാ വയുക്കബ്ബിറു സലാസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ല ചൊല്ലും, അൽഹംദുലില്ലാ ചൊല്ലും, എന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം ചൊല്ലാറുണ്ട്. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ, അല്ലാഹുവേ നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു ജീവിക്കുന്നു എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലും ഏത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴും അത് നമ്മുടെ ഉപജീവന മാർഗത്തിലുള്ള കാര്യങ്ങളോ അതെന്തു തന്നെ ആയിക്കോട്ടെ, വളരെ നിസ്സാരമായി നമുക്ക് തോന്നുന്ന ചെറുതോ വലുതോ ഏത് കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴും നമ്മൾ അതിൽ തുടക്കത്തിൽ ബിസ്മില്ല ചൊല്ലുന്നത് ഒരു പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും വലിയ ബർക്കത്തിനെയും തൗഫീക്കിനെയും അത് ചെയ്യുവാനുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹായവുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മരണം വരെ ഏതു കാര്യവും ബിസ്മില്ല കൊണ്ട് ആരംഭിക്കുന്ന ആ ഒരു വലിയ പുണ്യം നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.